നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു മനുഷ്യൻ്റെ മുഖവും കണ്ണുകളും കൈകളും അതുപോലെ ശരീരഘടനയും വെറും ശാരീരിക സവിശേഷതകൾ മാത്രമല്ല, അവയിൽ ചില വ്യക്തി സൂചനകളും ജീവിത രീതിയെക്കുറിച്ചുള്ള പരമ്പരാഗത നിരീക്ഷണങ്ങളും അടങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പുരാതന വിജ്ഞാന ശാഖയാണ് സാമുദ്രിക ശാസ്ത്രം. ഭാരതീയ പാരമ്പര്യത്തിൽ ഏറെ പ്രാചീനമായ ഈ ശാസ്ത്രം മഹർഷി ശ്രീ സമുദ്രൻ്റെ പേരിൽ അറിയപ്പെടുന്നതാണെന്ന് പരമ്പരാഗതമായി കരുതപ്പെടുന്നു. ഒരാളുടെ കണ്ണുകൾ, പുരികങ്ങൾ, നെറ്റി, മൂക്ക്, ചുണ്ടുകൾ, ചെവികൾ, കൈകൾ, കാലുകൾ, ശരീരഘടന എന്നിവ നിരീക്ഷിച്ച് അവരുടെ സ്വഭാവം, കഴിവുകൾ, പ്രവണതകൾ, ജീവിതത്തിലെ സാധ്യതകൾ എന്നിവയെക്കുറിച്ച് ചില വിലയിരുത്തലുകൾ നടത്താൻ ഈ ശാസ്ത്രം ശ്രമിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. സാമുദ്രിക ശാസ്ത്രം എന്നത് പരമ്പരാഗത വിശ്വാസങ്ങളെയും നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു വിജ്ഞാന ശാഖയാണ്. ഇത് ശാസ്ത്രീയമായി എല്ലാവിധ സാഹചര്യങ്ങളിലും തെളിയിക്കപ്പെട്ട ഒരു പ്രവചന രീതിയല്ല. അതിനാൽ ഇതിൽ പറയുന്ന കാര്യങ്ങളെ ഒരു മാർഗനിർദ്ദേശമെന്ന നിലയിൽ മാത്രം കാണുക. ഒരാളുടെ സ്വഭാവമോ ഭാവിയോ അന്തിമമായി നിർണയിക്കുന്ന തെളിവായി ഇതിനെ കാണരുത്. ഈ അധ്യായത്തിൽ സാമുദ്രിക ശാസ്ത്രത്തിൽ പുരികങ്ങളെയും കണ്ണുകളെയും കുറിച്ച് പറയുന്ന ചില കൗതുകകരമായ ലക്ഷണങ്ങളും അവയുടെ പരമ്പരാഗത വ്യാഖ്യാനങ്ങളും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ കണ്ണാടിയാണ് അവൻ്റെ കണ്ണുകൾ എന്ന് പറയാറുണ്ട്. എന്നാൽ പുരാതന ഭാരതീയ സാമുദ്രിക ശാസ്ത്രം പറയുന്നത് അതിലും അത്ഭുതകരമായ കാര്യങ്ങളാണ്. ഒരാളുടെ കണ്ണിൻ്റെയും പുരികത്തിൻ്റെയും ആകൃതി നോക്കി അവരുടെ ഭാഗ്യം, ജീവിത രീതി എന്നിവയെക്കുറിച്ച് ചില പരമ്പരാഗത വിശ്വാസങ്ങൾ പറയുന്നു. ആദ്യം നമുക്ക് കണ്ണുകളെ നോക്കാം. ഒന്നാമത്തേത്, സാമാന്യം വലിയ കണ്ണുകളുള്ളവരുടെ ലക്ഷണം. തെളിഞ്ഞ വെളുപ്പും കറുത്ത കൃഷ്ണമണിയും ഉള്ള കണ്ണുകൾ ഭാഗ്യലക്ഷണമായി തന്നെ കരുതുന്നു. ഇവർ ധാരാളം സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നവരും ആയിരിക്കും. അതുപോലെ ധൈര്യശാലികളും കാര്യങ്ങൾ തുറന്നു പറയുന്നവരും വ്യക്തമായ ചിന്താഗതി ഉള്ളവരും മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കാനുള്ള കഴിവുള്ളവരും സത്യസന്ധമായ സ്വഭാവമുള്ളവരും കലാപരമായ കഴിവുകൾ ഉള്ളവരും ആയിരിക്കും. കൂടാതെ തുറന്ന മനസ്സുള്ളവരും സ്നേഹത്തോടെ പെരുമാറുന്നവരും കലാപരമായ കഴിവുകൾ കൂടുതലുള്ളവരും ആയിരിക്കും. ഇവർക്ക് ജീവിതത്തിൽ നല്ല അവസരങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി, ചെറിയ കണ്ണുള്ളവരുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ഇവർ എല്ലാ കാര്യത്തിലും നല്ലതുപോലെ ചിന്തിച്ച് മാത്രം തീരുമാനമെടുക്കുന്നവർ ആയിരിക്കും. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അപാര കഴിവുണ്ടായിരിക്കും ഇവർക്ക്. ജോലിയിൽ ഇവർ ശ്രദ്ധയും അതുപോലെ ക്ഷമയും കൂടുതൽ കാണിക്കും. അതുപോലെ ഇവർ സാമ്പത്തിക കാര്യത്തിലും വളരെ സൂക്ഷ്മത പുലർത്തുന്നവരും ആയിരിക്കും. അധികം സംസാരിക്കാത്തവരും ആയിരിക്കും. ആത്മീയ ചിന്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരും ആയിരിക്കും. അടുത്തത്, തെളിഞ്ഞ കണ്ണുള്ളവർ എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കാം. ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും ഇവർ. അതുപോലെ നല്ല പോസിറ്റീവ് ചിന്തയുള്ളവരും ആയിരിക്കും. ഇവർ നേതൃപാടവം പ്രകടിപ്പിക്കുന്നവരും ആയിരിക്കും. ഒരുപാട് പേരെ ഒരുമിച്ച് കൊണ്ട് നടക്കാൻ ഇവർക്ക് സാധിക്കും. ഒരേ സമയം ഒരുപാട് പേരെ ഒരുമിച്ച് കൊണ്ട് നടക്കാൻ ഇവർക്ക് സാധിക്കും. മറ്റുള്ളവരെ ആകർഷിക്കുന്ന വ്യക്തിത്വം ഉണ്ടായിരിക്കും ഇവർക്ക്. അധികം സംസാരിക്കാതെ കർമ്മത്തിൽ ശ്രദ്ധ കൊടുക്കുന്നവരും ആയിരിക്കും ഇവർ. അടുത്തത്, പുരികങ്ങളെ നോക്കാം. നല്ല കട്ടിയുള്ള പുരികമുള്ളവർ എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കാം. പുരികത്തിൻ്റെ കട്ടി പോലെ തന്നെ ശക്തമായ മനസ്സുള്ളവരായിരിക്കും ഇവർ. ഇവർ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ച നിലപാട് സ്വീകരിക്കും.
നേതൃഗുണം പ്രകടിപ്പിക്കുന്നവരും അതുപോലെ ഇവർ കഠിനാധ്വാനത്തിലൂടെ സ്വന്തം കഴിവുകൊണ്ട് വിജയം നേടുന്നവരും ആയിരിക്കും. അടുത്തത് നേർത്ത പുരികമുള്ളവർ എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. ഇവർ സൗമ്യ സ്വഭാവമുള്ളവരായിരിക്കും തീർച്ച. ഇവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നവരും അതിന് വില നൽകുന്നവരും ആയിരിക്കും. ഇവർ കലാ സാഹിത്യ മേഖലകളിൽ താല്പര്യമുള്ളവരായിരിക്കും. അതുപോലെ ഇവർ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരും ആയിരിക്കും. അടുത്തത് ചേർന്ന പുരികമുള്ള വ്യക്തികൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഇവരുടെ 2 പുരികങ്ങളും ചേർന്നിരിക്കും. ഇവർ ആഴത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും. ഇവർ ചിലപ്പോൾ അമിതമായി ആശങ്കപ്പെടുന്ന സ്വഭാവവും കാണിച്ചുവെന്ന് വരാം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണ് ഇവർ. ചില പരമ്പരാഗത വിശ്വാസങ്ങൾ ഇവരെ ശക്തമായ ഇച്ഛാശക്തിയുള്ളവരായി കണക്കാക്കുന്നു. അടുത്തത് വില്ല് പോലെ വളഞ്ഞ പുരികമുള്ളവർ. ഇവർ നല്ല ആശയവിനിമയ കഴിവുള്ളവരായിരിക്കും. മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും. ഇവർ എപ്പോഴും സൗഹൃദങ്ങൾക്ക് വലിയ വില നൽകുന്നവരായിരിക്കും. കലാരംഗത്ത് മികവ് തെളിയിക്കാൻ കഴിയുന്നവരും ആയിരിക്കും ഇവർ. കണ്ണിൻ്റെ നിറം, ഭാവം, തെളിച്ചം, സൗമ്യത എന്നിവ വ്യക്തികളെക്കുറിച്ചുള്ള സൂചനയായി സാമുദ്രിക ശാസ്ത്രം പരാമർശിക്കുന്നു. അതേസമയം കണ്ണിൻ്റെ ആരോഗ്യവും രൂപവും ആരോഗ്യപരമായ കാരണങ്ങളാൽ മാറുമെന്നുള്ളതിനാൽ ഇതിനെ ജീവിതത്തിലെ നിർണായക വിധിയായി കാണരുത്. പ്രിയരെ, ഇവയെല്ലാം സാമുദ്രിക ശാസ്ത്രത്തിലും പരമ്പരാഗത വിശ്വാസങ്ങളിലും പറയപ്പെടുന്ന കാര്യങ്ങളാണ്. ഒരാളുടെ സ്വഭാവം അല്ലെങ്കിൽ ഭാവി കണ്ണിൻ്റെയോ പുരികത്തിൻ്റെയോ രൂപം മാത്രം നോക്കി കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയുന്നതല്ല. നല്ല സ്വഭാവവും സത്യസന്ധതയും കഠിനാധ്വാനവുമാണ് ജീവിത വിജയത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.